CPI നേതാവും പാലക്കാട് കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഉദയൻ സുകുമാരൻ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. കണ്ണാടി പഞ്ചായത്തിലെ 2 വാർഡുകളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കും. CPIയുടെയും പോഷക സംഘടനകളുടെയും നിരവധി പേർ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിട്ടുണ്ടെന്ന് ഉദയൻ സുകുമാരൻ മീഡിയ വണിനോട് പറഞ്ഞു. പാലക്കാട് കണ്ണാടി പഞ്ചായത്ത് CPMന്റെയും LDFന്റെയും ഒരു കുത്തക പഞ്ചായത്താണ്. അതിന്റെ മുൻ വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ നിലവിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഉദയൻ സുകുമാരൻ ആം ആദ്മി പാർട്ടിയിൽ ചേരുകയാണ്. അദ്ദേഹം ഈ CPIയുടെ നേതാവ് കൂടിയാണ്. ഇപ്പോൾ CPIയുടെ സ്ഥാനങ്ങൾ എല്ലാം രാജിവെച്ചുകൊണ്ട് ആം ആദ്മിയിൽ ചേരാനുള്ളൊരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി കണ്ണാടിയിൽ അഹോരാത്രം പണിയെടുത്ത ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഇതിനു മുമ്പ് CPI എന്ന് പറയുന്ന സംഘടനയ്ക്ക് വളരെ നാമമാത്രമായിട്ടുള്ള പ്രവർത്തകരായിരുന്നു കണ്ണാടിയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ 12ാം വാർഡിൽ CPMന് ഒരു ബ്രാഞ്ചും അതുപോലെ തന്നെ മറ്റ് സംഘടനകൾക്ക് ബ്രാഞ്ചോ യൂണിറ്റോ ഇല്ലാത്തൊരു മേഖലയാണ്. ഇവിടെ CPIക്ക് 3 ബ്രാഞ്ചും അതുപോലെ തന്നെ IYFന്റെയും ISFന്റെയും 4 യൂണിറ്റുകളും ഉള്ളതാണ്. അതായത് നമ്മുടെ ഈ വാർഡിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള മേഖലയാണ്. പക്ഷേ പാർട്ടിക്കകത്തെ വിഭാഗീയത ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ കണ്ണാടിയിലെ ഏകദേശം 1000-ന് മുകളിൽ കുടുംബങ്ങളെ അനാഥമാക്കുന്ന രീതിയിൽ ഡാറ്റാ ബാങ്ക് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഇത് നടന്ന സമയത്ത് 2024 തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇത് നടപ്പിലാക്കരുത്, സാധാരണപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെയും സ്വത്തിനെയും ബാധിക്കുന്ന കാര്യമാണ്, അത് നടപ്പിലാക്കരുത്. അന്ന് ഞങ്ങളിത് റിജക്റ്റ് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ പോലും അറിയാതെ മുന്നണിയും അതുപോലെ തന്നെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഡാറ്റാ ബാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുന്നതിന് ഉത്തരവ് ഇറക്കി. അപ്പോൾ അത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോൺഗ്രസ്സിൽ പോയി അല്ലെങ്കിൽ BJPയുടെ ഏജൻ്റായി മാറി എന്നുള്ള തരത്തിൽ എന്നെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള ആക്ഷേപം പറയുന്നു. അപ്പോൾ ആ വിഷയത്തിൽ എനിക്ക് മോറലി സപ്പോർട്ട് തന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞ സംഘടന ആം ആദ്മി പാർട്ടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും, അതായത് കണ്ണാടി IYFന്റെ ഭാരവാഹികളായിട്ടുള്ളവരും ISFന്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഞങ്ങൾ ആം ആദ്മി പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് പിടിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയും കളത്തിൽ സജീവമാകുകയാണ്. ഇപ്പോൾ കണ്ണാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ് ആം ആദ്മി പാർട്ടി നടത്തിയിരിക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.